മൊബൈൽ മോഷണ കേസിന് പിന്നാലെ പോയ റെയിൽവേ പോലീസ് പിടികൂടിയത് സംസ്ഥാന വ്യാപകമായി മോഷണം നടത്തുന്ന 2 അംഗ സംഘത്തെ. ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്, സ്കൂട്ടർ എന്നിവ പിടിച്ചെടുത്തു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ മാസം 5-ാം തീയതി യാത്രക്കാരിൽ നിന്ന് 2 മൊബൈൽ ഫോൺ മോഷണം പോയ കേസിന് പിന്നാലെ പോയപ്പോൾ കുടുങ്ങിയത് സംസ്ഥാന വ്യാപകമായി മോഷണം നടത്തുന്ന 2 അംഗ സംഘം. തൊടുപുഴ സ്വദേശി നിസാർ സിദ്ദീഖ്, കോതമംഗലം സ്വദേശി ഫൈസൽ അലി എന്നിവരെ ആറന്മുളയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് യാത്രക്കാരിൽ നിന്ന് മോഷ്ടിച്ച 4 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പും, ഒരു ടാബും, ഒരു സ്കൂട്ടറും, ഒരു കമ്പിപ്പാരയും പോലീസ് പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ഒരു ലാപ്ടോപ്പ് എറണാകുളം വൈറ്റില ഹബിൽ നിന്നും, സ്കൂട്ടർ ഊന്നുകല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും പോലീസ് പറഞ്ഞു. ഭവനഭേദനം ഉൾപ്പെടെ 26 കേസിൽ പ്രതിയാണ് പിടിയിലായ നിസാർ സിദ്ദീഖ്. ഇയാളെ കാപ്പ ചുമത്തി 6 മാസം ജയിലിലടച്ചിരുന്നു. ഫൈസൽ അലിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 8ഓളം കേസുകൾ നിലവിലുണ്ട്. ഒരു ഫൈസൽ അലി കോതമംഗലംകാരനാണ്. അയാൾക്ക് സംസ്ഥാനത്തിൻ്റെ 7ഓളം പോലീസ് ജില്ലകളിലായിട്ട് 8ഓളം കേസുകളിലെ പ്രതിയാണ്. കൂടാതെ 2ാം പ്രതി നിസാർ സിദ്ദീഖ്, അയാൾക്ക് 26 കേസുകളിലെ പ്രതിയാണ്. സംസ്ഥാനത്ത് വിവിധ പോലീസ് ജില്ലകളിലായിട്ട് പോലീസ് പിന്നാലെയുണ്ടെന്നറിഞ്ഞ ഇരുവരും ആറന്മുള, ഇടയാറന്മുളയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ആറന്മുള വള്ളംകളി സമയത്ത് വൻതോതിൽ മോഷണം നടത്താൻ ഇവർ പദ്ധതി ഇട്ടിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഷാഡോ പോലീസ്, RPF ഉൾപ്പെടെയുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.